പെരുവള്ളൂരിൽ തെരുവുനായുടെ കടിയേറ്റ 6 വയസ്സുകാരിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. പെരുവള്ളൂർ കാക്കത്തടം സ്വദേശിനിയായ 6 വയസ്സുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇക്കഴിഞ്ഞ മാർച്ച് 29-നാണ് കുട്ടിയടക്കം 6 പേരെ തെരുവുനായ ആക്രമിച്ചത്. നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. തേഞ്ഞിപ്പലത്തിനടുത്ത് പെരുവള്ളൂരിൽ കഴിഞ്ഞ മാസം തെരുവുനായയുടെ കടിയേറ്റ 6 വയസ്സുകാരിക്കാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. പെരുവള്ളൂർ കാക്കത്തടം സ്വദേശിനിയായ 6 വയസ്സുകാരിക്കാണ് രോഗം. ഇക്കഴിഞ്ഞ 25 മുതൽ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം മുതൽ രോഗലക്ഷണം തീവ്രമായി കാണിച്ചു തുടങ്ങിയിരുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് 29-നാണ് 6 വയസ്സുകാരി അടക്കം 6 പേരെ തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ചത്. കടിയേറ്റ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് 2 ഡോസും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് 1 ഡോസ് വാക്സിനും കുട്ടി സ്വീകരിച്ചിരുന്നു. തുടർന്ന് ഈ മാസം 16-ന് മുറിവിലെ തുന്നലെടുത്തതിന് പിന്നാലെ 18-ന് വീണ്ടും കുട്ടിക്ക് രോഗലക്ഷണം കാണിച്ചു തുടങ്ങി. 20-ന് വീണ്ടും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ കുട്ടിയെ 23-ന് താലൂക്ക് ആശുപത്രിയിലും 25-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കടിച്ച നായയെ പിറ്റേ ദിവസം ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. തലയിൽ കടിയേറ്റ് പേവിഷം തലച്ചോറിൽ നേരിട്ട് ബാധിച്ചതിനാലാകാം വാക്സിൻ എടുത്തിട്ടും കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതെന്നാണ് അനുമാനം. ശരീരത്തിന്റെ ഏതു ഭാഗത്ത് നായയുടെ കടിയേറ്റാലും തുടർച്ചയായി 15 മിനിറ്റോളം സോപ്പ് ലായനിയിൽ കഴുകണമെന്ന് ആരോഗ്യവകുപ്പ് നിഷ്കർഷിക്കുന്നു. ഇതിനു പുറമെ കടിയേൽക്കുന്ന സമയം ധരിച്ചിരുന്ന വസ്ത്രം മാറുകയും വേണം. വസ്ത്രത്തിൽ പേവിഷ സ്രവമുണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണിത്. കേരള വിഷൻ, തേഞ്ഞിപ്പലം.